മഹിളാ ഐക്യവേദി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ ജില്ലയിലും നടക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ പുതിയകോട്ട സിവിൽ സ്റ്റേഷനു മുന്നിൽ ധർണയും ഒപ്പുശേഖരണവും നടത്തി. മഹിളാ ഐക്യവേദി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ ജില്ലയിലും നടക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ പുതിയകോട്ട സിവിൽ സ്റ്റേഷനു മുന്നിൽ ധർണയും ഒപ്പുശേഖരണവും നടത്തി. കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നുവെന്നും സർക്കാർ ഇതിൽ നിന്നും പിന്നിലോട്ട് പോകാൻ പാടില്ലെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ഗണേശൻ പുതിയകണ്ഠം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്ത്, ഭാരതത്തിൽ രണ്ട് തരത്തിലുള്ള ലഹരിയാണ് പ്രധാനമായിട്ടും നമ്മുടെ തലമുറ ഉപയോഗിച്ചത്. ഒന്ന് മദ്യം, മറ്റൊന്ന് പുകയില ഉൽപ്പന്നങ്ങൾ. ഇത് രണ്ടും കൺട്രോളായിട്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലൂടെ ഉപയോഗിക്കപ്പെടുന്ന ലഹരിയാണ്. മഹിളാ ഐക്യവേദി ജില്ലാ അധ്യക്ഷ ഇന്ദുലേഖ കരിന്തളം അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൌൺസിലർ രേഷ്മ എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ കഴിഞ്ഞു വരുന്നതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, അതായത് വിദ്യാർത്ഥികൾ, അതുകൂടാതെ യുവതലമുറകൾ വളരെയധികം ലഹരിയെ അടിമപ്പെട്ടാണ് ഇന്ന് ജീവിച്ചു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, സമൂഹത്തിൽ ഏതു തരത്തിലാണോ നമ്മൾ ഈ ലഹരിയെ നീക്കി കളയേണ്ടത്, അതിനുള്ള ഒരു മുൻകരുതലുകൾ എന്നും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ പണ്ടുകാലത്താണെങ്കിൽ യുവാക്കൾ മാത്രമായിരുന്നു ഈ ലഹരി ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളും ഇതിനടിമയാകുന്നുണ്ട്. പിന്നെ സ്ത്രീകൾ, ഒട്ടനേകം സ്ത്രീകൾ ഗാർഹികമായി പീഡിപ്പിക്കപ്പെടുകയും മാനസികമായും ശാരീരികമായും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ SP ഷാജി ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ശോഭ സുനിൽ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.